ധ്യാനന്തൂരപുരത്തിലെത്തിയകമേഹാ നീ തെളിഞ്ഞാടിടും സദാ നേരം നിൻ തിരുനാമമങ്ങൊരുവിടും സൽഭക്തരെങ്ങിങ്ങുമേ. തീയും കൂട്ടികലങ്ങളിൽ മധുരമാമന്നം പജിപ്പോർക്കയേ നീ താനെന്നുമൊരാശ്രയം സുഹൃതിയാമെന്നാറ്റു കാലീശ്വരി. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം, പ്രണാമം. ദേവി ഭാഗവതം 11-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ അധ്യായം ഗായത്രി പുരശ്ചരണമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ ജപത്തിന്റെ വിധികളൊക്കെ എങ്ങനെയാണ് എന്നവിടെ പറഞ്ഞുകൊണ്ടുവരുന്നു. അതിനെയാണ് ഇതാ ദീർഘമായിട്ട് അവലോകനം ചെയ്തു വരുന്നത്. ഛന്ദ സഹിതമായ ഗായത്രിക്ക് എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷ്യമാണ് പുരശ്ചരണത്തിന് ജപിക്കേണ്ടത് എന്ന് പറയണു. അതിൻ്റെ 10-1 സംഖ്യ നെയ്യ് ചേർത്ത പാൽപ്പായസം കൊണ്ട് ഹോമിക്കണം. എള്ള, ബില്വപത്രം, പൂക്കള, ശർക്കര ചേർത്ത യവം എന്നിവയും ജപത്തിൻ്റെ 10-1 സംഖ്യ കൊണ്ട് ഹോമിക്കണം. അങ്ങനെ ചെയ്താൽ മന്ത്രസിദ്ധി ഉണ്ടാകും. ധർമ്മ, കാമ, അർത്ഥ, മോക്ഷ പ്രദയാണ് ഗായത്രി ദേവി. അതിനാൽ ഗായത്രിയെയാണ് സേവിക്കേണ്ടത്. നിത്യവും നൈമിത്തികവുമായ കാമ്യവുമായ കർമ്മങ്ങൾ മൂന്നിലും താല്പര്യമുള്ളവര് ഗായത്രിയെ തന്നെ സേവിക്കണം. ഗായത്രിക്ക് ഉപരിയായിട്ട് ഇഹത്തിലും പരത്തിലും മറ്റുമൊന്നുമില്ല. 3 നേരവും കുളിച്ച് മധ്യാഹ്നത്തിൽ മിതമായി ഭക്ഷിച്ച് മൗനിയും അർച്ചനതൽപരനും അനന്യ മനസ്സുകൊണ്ട് ജലത്തിൽ നിന്നുകൊണ്ട് 3 ലക്ഷം ഒരു ജപിക്കണം. പുരശ്ചരണകർമ്മത്തിന് ശേഷം കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടിയോ സ്വ ഇച്ഛാപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയോ ജപിക്കാം. കാര്യസാധ്യമുണ്ടാകുന്നതുവരെ ജപാദികൾ നിർവഹിക്കണം. അങ്ങനെ ചെയ്താൽ ആയസ്, ആരോഗ്യം, ഐശ്വര്യം, ധനം എന്നിവ ലഭിക്കുന്നതാണ്. 6 മാസമോ 3 മാസമോ ഇങ്ങനെ ജപിക്കാം. 1 വർഷത്തിനകം സിദ്ധി നേടാം. താമരദളം നെയ്യിൽ മുക്കി 1 ലക്ഷം അഗ്നിയിൽ ഹോമിച്ചാൽ സകലതും സിദ്ധിക്കും, മോക്ഷവും ലഭിക്കും എന്നതിന് സംശയമില്ല. മന്ത്രസിദ്ധി ലഭിക്കാത്തവൻ ചെയ്യുന്ന ജപഹോമാദി സകല കർമ്മങ്ങളും മോക്ഷ ഉദ്ദേശത്തോടുള്ളതാകട്ടെ എല്ലാം നിഷ്ഫലമായി തീരും. നെയ്യുകൊണ്ടോ പാലുകൊണ്ടോ 25 ലക്ഷം ഹോമിച്ചാൽ ജീവൻ മുക്തനായി തീരുമെന്നാണ് ഋഷികൾ പറയണത്. അഷ്ടാംഗയോഗം കൊണ്ട് എന്ത് ഫലമാണോ ഉണ്ടാകുന്നത് ആ ഫലം ഇതുകൊണ്ട് കിട്ടുമെന്നതിൽ സംശയമില്ല. ശക്തനായാലും അശക്തനായാലും ആഹാരം നിശ്ചിതമായിരിക്കണം. സദാ ഗുരുഭക്തി ഉണ്ടാവണം. ഇങ്ങനെ 6 മാസം കഴിഞ്ഞാൽ ഫലസിദ്ധി ഉണ്ടാകും. 1 ദിവസം പഞ്ചഗവ്യം കഴിക്കുക, 1 ദിവസം ഉപവസിക്കുക, 1 ദിവസം അന്നം കഴിക്കുക. ഇങ്ങനെ ഗായത്രി തൽപരനായി കഴിയണം. ഗംഗാതീർത്ഥ ജലത്തിൽ കുളിക്കുക. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് 100 ജപിക്കുകയും അത്രയും പ്രാവശ്യം ഗംഗാജലം സേവിക്കുകയും ചെയ്താൽ സർവപാപങ്ങളിൽ നിന്നും മുക്തനാകും. ചാന്ദ്രായണാദി കൃച്ഛ്ര തപസ്സിന്റെ ഫലം തീർച്ചയായും ലഭിക്കും. രാജാവോ വിപ്രനോ ആവട്ടെ സ്വന്തം ഗൃഹത്തിൽ വെച്ച് തപസ്സനുഷ്ഠിക്കാം. ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥനായാലും അവനവന്റെ അധികാരത്തിനനുസരിച്ച് ജപാദികൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം പുരശ്ചരണം ചെയ്ത് ഫലം സിദ്ധിക്കും. മോക്ഷാഭിലാഷിയായി പുരുഷൻ ശ്രൗത സ്മാർത്താദിക കർമ്മങ്ങൾ ചെയ്യണു. ഒരു സാധകൻ ചെയ്യേണ്ടത് വിദ്വാൻമാർ ഉപദേശിക്കുന്നതനുസരിച്ച് അഗ്നിഹോത്രാദികൾ ചെയ്ത് സദാചാരനായിട്ട് ഫലമൂലാദികളോടുകൂടി ജലത്തോടുകൂടി പിന്നെ 8 ഉരുള ശുദ്ധമായിട്ട് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ പുരശ്ചരണം ചെയ്ത് മന്ത്രസിദ്ധി നേടാം. ഇത് വിധി പോലെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ ദാരിദ്ര്യമില്ലാതാകും. ഇത് കേട്ടാലും വലിയ പുണ്യം ഫലസിദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി പുരശ്ചരണം എന്ന ഈ അധ്യായം
21-ാമത്തതിവിടെ സമാപിക്കണു. ഇതിലൊക്കെ പറഞ്ഞത് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിതൊക്കെ അവലോകനം ചെയ്തു പോകുന്നുണ്ട് എന്ന ഒരേ ഒരു കാരണത്താൽ പറയണു എന്നല്ലാതെ ഇന്നത്തെ നിത്യവൃത്തികളിൽ ആചരിക്കാനോ ചെയ്യാനോ വേണമെങ്കിൽ പറയാം ആർക്കും കഴിയാത്ത സദാചാര കർമ്മങ്ങളൊക്കെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതൊക്കെ എഴുതിയ സമയത്ത്, വ്യാസൻ എഴുതിയ സമയത്ത് അന്നൊക്കെ ഇതൊക്കെ സാധ്യമാവുമായിരുന്നു തോന്നുന്നു. പക്ഷെ ഈ കലിയുഗത്തിൽ നിന്നും ഇപ്പോൾ ഇതൊന്നും സാധ്യം ആവുന്നതല്ല. പക്ഷേ വേദ അടിസ്ഥാനമായിട്ടുള്ളതായതുകൊണ്ട് വേദവ്യാസൻ അതെല്ലാം ദീർഘമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മനുസ്മൃതി മുതലായിട്ടുള്ള സ്മൃതികളില് ഇതിനെയൊക്കെ ചുരുക്കി ഇന്നത്തെ കാലസ്ഥിതിയില് പ്രായോഗികമായിട്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രന്മാര് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മാതിരിയുള്ള നിത്യ കർമ്മ അനുഷ്ഠാനങ്ങളെയൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് തന്നെ വാസ്തവത്തിൽ പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക എന്നുള്ളത് ഇന്നും പറ്റാത്തതാണ്. സത്യം പറയാം, അതൊന്നും ആ ചുരുക്കി എഴുതിയത് പോലും ചെയ്യാൻ പറ്റാത്തൊരു ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം തന്നെ ഇരിക്കുന്നത്. ഇനി പോകും തോറും എന്തായിരിക്കും സ്ഥിതി? പിന്നെ അതിലുള്ള താല്പര്യമില്ല, വേണ്ട വിധം വേദാഭ്യാസങ്ങളൊന്നും ചെയ്യണില്ല, മന്ത്രങ്ങളൊന്നും പഠിക്കണില്ല, ജപാതി കർമ്മങ്ങളിലൊന്നും സമയം ചെലവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ കാരണം ഇതൊക്കെ ഒരുപാട് ക്ഷയിച്ചു പോയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരുപാട് പേർക്ക്, അതും ബ്രാഹ്മണർക്ക് സന്ധ്യാവന്ദനം, ത്രികാല സന്ധ്യാവന്ദനം തന്നെ ചെയ്യാൻ കഴിയില്ല. അതിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ തന്നെ അവരെ കൊണ്ട് കഴിയില്ല. വെറും സന്ധ്യാവന്ദനം, ബാക്കിയൊന്നും ബ്രഹ്മയജ്ഞോ, ഋഷിതർപ്പണോ, പിതൃതർപ്പണോ കാര്യങ്ങളോ അതൊക്കെ പോട്ടെ, അതൊക്കെ സംവിധാനോ ഉപാസനാദികളോ അഗ്നിഹോത്രമോ അതൊക്കെ അവിടെ മാറ്റിവെക്കാം. വെറും സന്ധ്യാവന്ദനം ചെയ്യുക, അതിൻ്റെ മന്ത്രങ്ങൾ പോലും എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതായത് ഒക്കെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് തന്നെ കാലത്ത് ഒരു 25-30 മിനിറ്റിൽ ചെയ്യാം. മധ്യാഹ്നം എന്നുള്ളത് ഒരു 20 മിനിറ്റിൽ ചെയ്യാം. സ്വയം സന്ധ്യാവന്ദനം ഒരു 20-25 മിനിറ്റിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് മൂന്നും കൂടി ആവുന്ന സമയത്ത് ഒരു ദിവസം 1-1.25 മണിക്കൂർ വേണം. അതിനുള്ള സൗകര്യങ്ങളും വേണം. പക്ഷെ അതൊക്കെ ഇപ്പം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഈ പറഞ്ഞ മാതിരി ചെയ്യാൻ കഴിയില്ല. സൂര്യാസ്തമനത്തിന് മുമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും ഓഫീസിൽ നിന്ന് ഇറങ്ങുക തന്നെ 7 മണി 7:30 മണിക്കാണ്, വീട്ടിലെത്തുന്നത് 10 മണിക്കാണ്, വണ്ടി പിടിച്ചും ബസ് പിടിച്ചും മറ്റുമൊക്കെ. എങ്ങനെയപ്പം ഇതൊക്കെ ചെയ്യാൻ കഴിയുക? ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ അത് വേണ്ട, ഇത് ചെയ്തിരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇത് ചെയ്തിരുന്നാൽ ധർമ്മം രക്ഷിക്കും, വേദം രക്ഷിക്കും, ഇതൊക്കെ ശരിയാണ്. ധർമ്മോ രക്ഷിത, അതൊക്കെ ശരി തന്നെയാണ് വാക്കുകളെ കൊണ്ട്. പക്ഷേ അതൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? എന്താ ചെയ്യുക? ഭാര്യയും കുട്ടികളൊക്കെ നോക്കാൻ പറ്റും. ഒരുത്തൻ കല്യാണം കഴിച്ച് ഞാനിതൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ തല്ലില്ലേ നാട്ടുകാർ? ആദ്യം പെണ്ണിൻ്റെ വീട്ടുകാരെന്നെ തല്ലും. ഇത് ചെയ്തിരിക്കണമെങ്കിൽ നീ എന്തിനാടാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കും. ഭാര്യയും കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ വലിയ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതേമാതിരിയുള്ള ശാസ്ത്രങ്ങളിലെ പുരാണങ്ങളിലെ പറയുന്ന കാരണം കൊണ്ടും അതിനെ നമ്മളിതവിടെ പറഞ്ഞു പോകുന്നത് കൊണ്ടും ഒരു അറിവ് നേടാനായിക്കൊണ്ട് എന്ന് മാത്രം വെക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമല്ല. 1 ലക്ഷം താമരപ്പൂവിൻ്റെ ഇതുകൊണ്ട് ഹോമിക്കണം, 3 ലക്ഷം ഇത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? 1008 ഗായത്രി ജപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായത്രി ജപത്തിൻ്റെ ദിവസം 1008 ഗായത്രി ജപിക്കണമെങ്കിൽ ഒരു 2.5 മണിക്കൂർ എടുക്കും. ചുരുങ്ങിയത് ഒരു 2-2.5 മണിക്കൂർ ജപിച്ചാലാണ് 1008 ഗായത്രി ജപിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊന്നും നിത്യകർമാനുഷ്ഠാനങ്ങളായിട്ട് ഇന്നത്തെ കാലത്ത് അനുഷ്ഠിക്കാൻ പറ്റുന്നൊന്നുമല്ല. എന്തായാലും കാര്യങ്ങളെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരേ നമഃ മഹാദേവ്യേ.